ഏവർക്കും മാസ്റ്റർ കീ അക്കാദമിയുടെ ഓൺലൈൻ സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് പ്രാചീന കേരളം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സംഘകാല ചരിത്രം എന്താണ്? സംഘകാല ചരിത്രം കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടന്നിരുന്ന ഒരു സംസ്കാരമാണ് സംഘകാല സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ദക്ഷിണേന്ത്യ മുഴുവൻ, അതായത് കേരളം ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യ മുഴുവനായിട്ട് വ്യാപിച്ചു കിടന്നിരുന്ന ഒരു സംസ്കാരമാണ് ഏത്? സംഘകാല സംസ്കാരം. ദക്ഷിണേന്ത്യ മുഴുവനായി വ്യാപിച്ചു കിടന്നിരുന്ന ഈ സംസ്കാരത്തെ തമിഴകം എന്ന പദം കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. എന്താണ്? തമിഴകം. അപ്പോൾ തമിഴകം എന്ന പദം ഉദ്ദേശിക്കുന്നത്, തമിഴകം എന്ന പദം കൊണ്ട് വിശേഷിപ്പിക്കുന്നത് ഏത് ചരിത്രമാണ് അല്ലെങ്കിൽ ഏത് സംസ്കാരമാണെന്ന് ചോദിച്ചാൽ സംഘകാല സംസ്കാരമാണ്. ഏതാണ്? സംഘകാല സംസ്കാരം. അപ്പൊ ദക്ഷിണേന്ത്യ മുഴുവൻ, കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യ മുഴുവനായി വ്യാപിച്ചു കിടന്നിരുന്ന ഒരു സംസ്കാരമാണ് സംഘകാല സംസ്കാരം. പിന്നെയോ അത് വ്യാപിച്ചു കിടന്നിരുന്ന ഈ സംസ്കാരത്തെ തമിഴകം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നു. സംഘകാല സാഹിത്യത്തിലെ പ്രധാന ഭാഷ എന്ന് പറയുന്നത് തമിഴായിരുന്നു. സംഘകാല സാഹിത്യത്തിലെ പ്രധാന ഭാഷയാണ് തമിഴ്. അതുകൊണ്ട് തന്നെയാണ് ഇത് തമിഴകം എന്ന് പറയുന്ന ഒരു പദം കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ടതും. സംഘകാലത്തിലെ പ്രധാനപ്പെട്ട ആരാധനാ മൂർത്തിയാണ് ആര്? മുരുകൻ. അപ്പോൾ സംഘകാലത്തിലെ പ്രധാന ആരാധനാ മൂർത്തി ആരാണ്? മുരുകനാണ്. മുരുകൻ. സംഘകാല സാഹിത്യത്തിലെ പ്രധാന ഭാഷ ഏതാണ്? അത് തമിഴാണ്. തമിഴ് ഭാഷയാണ്. സംഘകാലത്തെ പ്രധാന യുദ്ധദേവതയാണ് കൊറ്റവൈ. ഏതാണ്? കൊറ്റവൈ. കൊറ്റവൈ. അപ്പോൾ സംഘകാലത്തെ പ്രധാനപ്പെട്ട യുദ്ധദേവതയാണ് ആര്? കൊറ്റവൈ എന്ന് പറയുന്നത്. കൊറ്റവൈ. ഓക്കെ, തമിഴ് വ്യാകരണത്തെ കുറിച്ചുള്ള ഗ്രന്ഥമാണ് തോൽക്കാപ്പിയം. ഏതാണ്? തോൽക്കാപ്പിയം. ഇത് നമുക്ക് പഠിക്കാൻ കുറച്ച് പ്രയാസമായിട്ട് തോന്നും. മുൻകാലങ്ങളിൽ നമ്മുടെ LD പോലുള്ള എക്സാമുകൾക്ക് ചോദിച്ചിരുന്ന ഒരു മേഖലയായിരുന്നു ഇത്. പിന്നീട് അത് നമ്മൾ സിലബസിൽ നിന്ന് മാറ്റിയതാണ്. പക്ഷേ ദേവസ്വം ബോർഡ് LDയുമായിട്ട് ബന്ധപ്പെട്ട് ഇത് നമുക്ക് പഠിക്കാനുണ്ട്. പ്രാചീന കേരളത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നവർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ വേഗം കിട്ടുന്ന ഒരു ഭാഗമാണ്. ശ്രദ്ധിച്ചോളൂ. സംഘകാലത്തെ പ്രധാന യുദ്ധദേവതയാണ് കൊറ്റവൈ. തമിഴ് വ്യാകരണത്തെ കുറിച്ചുള്ള ഗ്രന്ഥമാണ് തോൽക്കാപ്പിയം. ഏറ്റവും പഴക്കം ചെന്ന സംഘകാല കൃതി ഏതാന്ന് ചോദിച്ചാൽ അത് തോൽക്കാപ്പിയമാണ്. ഏറ്റവും പഴക്കം ചെന്ന സംഘകാല കൃതി, ഏറ്റവും പഴക്കം ചെന്ന സംഘകാല കൃതി ഏതാന്ന് ചോദിച്ചാൽ അത് തോൽക്കാപ്പിയമാണ്. എന്താണ്? തമിഴ് വ്യാകരണത്തെ കുറിച്ചുള്ള ഗ്രന്ഥമാണ് തോൽക്കാപ്പിയം. അപ്പൊ നോക്കിയേ, സംഘകാല സാഹിത്യത്തിലെ പ്രധാന ഭാഷയാണ് തമിഴ്. പിന്നെ അവിടുത്തെ പ്രധാന ആരാധനാ മൂർത്തിയാണ് മുരുകൻ. സംഘകാലത്തെ പ്രധാന യുദ്ധദേവത ചോദിച്ചാൽ ആരാണ്? കൊറ്റവൈയാണ്. തമിഴ് വ്യാകരണത്തെ കുറിച്ചുള്ള ഗ്രന്ഥം ചോദിച്ചാൽ തോൽക്കാപ്പിയം. എന്നാൽ ഏറ്റവും പഴയ സംഘകാല കൃതി കൂടിയാണ് ഏത്? ആ തോൽക്കാപ്പിയം എന്ന് പറയുന്നത്. ഇനി സംഘകാലത്തെ തമിഴ് കൃതികളും അതിന്റെ രചയിതാക്കളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിക്കോ. തോൽക്കാപ്പിയം എഴുതിയത്, എളുപ്പമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്, ആരാണ്? തോൽക്കാപ്പിയാറാണ്. തോൽക്കാപ്പിയം എഴുതിയത് ആരാണ്? തോൽക്കാപ്പിയാറാണ് തോൽക്കാപ്പിയം എഴുതിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് തിരുക്കുറൾ. തിരുക്കുറൾ എന്ന് പറയുന്ന കൃതി എഴുതിയത് ആരാണ്? തിരുവള്ളുവർ ആണ്. ആരാണ്? തിരുവള്ളുവർ. അപ്പോൾ തിരുക്കുറൾ തിരുവള്ളുവർ, തോൽക്കാപ്പിയം തോൽക്കാപ്പിയാർ. ഓക്കെ. മധുരൈ കാഞ്ചി. ഏതാണ്? മധുരൈ കാഞ്ചി എഴുതിയത് മാങ്കുടി മരുതനാർ എന്ന് പറയുന്ന ഒരാളാണ്. ആരാണ്? മാങ്കുടി മരുതനാർ. അപ്പൊ ഏതാണ്? മധുരൈ കാഞ്ചി മാങ്കുടി മരുതനാർ എഴുതിയ കൃതിയാണ്. തിരുക്കുറൾ ആണെങ്കിൽ തിരുവള്ളുവർ ആണ്. തോൽക്കാപ്പിയം ആണെങ്കിൽ തോൽക്കാപ്പിയാർ. ഇനിയോ ചിലപ്പതികാരം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? ചിലപ്പതികാരം. ചിലപ്പതികാരം ആരാ എഴുതിയത്? അത് ഇളങ്കോവടികളാണ് അല്ലെ? ഇളങ്കോവടികൾ. അപ്പോൾ ചിലപ്പതികാരം എഴുതിയത് ഇളങ്കോവടികളാണ്. ഓക്കെ. മണിമേഖല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? അതിന്റെ എന്താണ് രചയിതാവ് സാത്തനാർ എന്ന് പറയുന്ന ഒരാളാണ്. ആരാണ്? സാത്തനാരാണ്. മണിമേഖല സാത്തനാര്. ആരാണ്? മണിമേഖല സാത്തനാര്. ഇനി കുണ്ടലകേശി. ഏതാണ്?
കുണ്ടലകേശി. കുണ്ടലകേശി അത് എഴുതിയത് നാഗക്കുത്തനാരാണ്. ആരാണ്? നാഗക്കുത്തനാരാണ്. കുണ്ടലകേശി എഴുതിയത് ആരാണ്? നാഗക്കുത്തനാരാണ്. ഇതുവരെയുള്ള ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കൂ. തോൽക്കാപ്പിയം തോൽക്കാപ്പിയാർ, തിരുക്കുറൾ തിരുവള്ളുവർ, മധുരൈ കാഞ്ചി മാങ്കുടി മരുതനാർ, ചിലപ്പതികാരം ഇളങ്കോവടികൾ, മണിമേഖല സാത്തനാർ, കുണ്ടലകേശി നാഗക്കുത്തനാർ. ആരാണ്? നാഗക്കുത്തനാരാണ്. അടുത്തത് നോക്കിക്കേ, ജീവക ചിന്താമണി. ഏതാണ്? ജീവക ചിന്താമണി തിരുട്ടക്ക തേവറാണ്. ആരാണ്? തിരുട്ടക്ക തേവരാണ് ജീവക ചിന്താമണി. ആരാണ്? തിരുട്ടക്ക തേവർ. ഓക്കെ. തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് ഏത്? തമിഴ് ബൈബിൾ. തമിഴ് ബൈബിൾ ആണെങ്കിൽ അതിൽ തിരുക്കുറളാണ്. എന്താണ്? തിരുക്കുറളാണ് തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നത്. എന്നാൽ തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്നത് മണിമേഖലയാണ്. തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്ന ഏതാണ്? മണിമേഖലയാണ്. എന്നാൽ തമിഴ് ഇലിയഡ് എന്നറിയപ്പെടുന്ന കൃതിയാണ് ചിലപ്പതികാരം. അപ്പോൾ പഠിച്ചു വെക്കുക, ഉറപ്പായും ചോദിക്കുന്ന ഒരു മേഖലയാണ്. ശ്രദ്ധിക്കൂ, തമിഴ് ബൈബിൾ ആണെങ്കിൽ തിരുക്കുറൾ, തമിഴ് ഒഡീസി ആണെങ്കിൽ മണിമേഖല, തമിഴ് ഇലിയഡ് എന്നറിയപ്പെടുന്ന കൃതി ചോദിച്ചാൽ ചിലപ്പതികാരം. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? സംഘകാല കൃതികളും രചയിതാക്കളുമാണ്. അതില് തോൽക്കാപ്പിയം എന്ന കൃതി എഴുതിയത് തോൽക്കാപ്പിയാർ, തിരുക്കുറൾ തിരുവള്ളുവർ, മധുരൈ കാഞ്ചി മാങ്കുടി മരുതനാർ, ചിലപ്പതികാരം ഇളങ്കോവടികൾ, മണിമേഖല സാത്തനാർ, കുണ്ടലകേശി നാഗക്കുത്തനാർ, ജീവക ചിന്താമണി തിരുട്ടക്കത്തേവരാണ്. ആരാണ്? തിരുട്ടക്കത്തേവർ. തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി തിരുക്കുറൾ, ഒഡീസി തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്നത് മണിമേഖല, തമിഴ് ഇലിയഡ് എന്നറിയപ്പെടുന്നത് ചിലപ്പതികാരം ആണെന്ന് കൂടി നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. ചേര ചോള പാണ്ഡ്യ വംശങ്ങൾ സംഘകാലത്ത് ഭരണം നടത്തിയിരുന്ന എന്താണ്? രജവംശങ്ങളാണ് അല്ലെ. ചേര ചോള പാണ്ഡ്യ വംശങ്ങൾ സംഘകാലത്ത് ഭരണം നടത്തിയിരുന്ന രാജവംശങ്ങളാണ്. വൈഗാ നദിയുടെ തീരത്ത് മധുരാദേശത്ത് രൂപം കൊണ്ട പണ്ഡിത സഭയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സംഘം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെ. വൈഗാ നദിയുടെ തീരത്ത് മധുരാദേശത്ത് രൂപം കൊണ്ട പണ്ഡിത സഭയാണ് ഏത്? സംഘം. അപ്പൊ സംഘം എന്നത് ഒരു പണ്ഡിത സഭയാണ്. എവിടെ രൂപം കൊണ്ടതാണ്? മധുരയിൽ രൂപം കൊണ്ട ഒരു പണ്ഡിത സഭയാണ് ഏത്? സംഘം എന്ന് പറയുന്നത്. സംഘം എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം എന്താണ്? കോളേജ് അല്ലെങ്കിൽ അസംബ്ലി അല്ലെങ്കിൽ കൂട്ടം എന്നൊക്കെയാണ്. സംഘം എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം എന്താണ്? കോളേജ് അല്ലെങ്കിൽ എന്താണ്? അസംബ്ലി അല്ലെങ്കിൽ കൂട്ടം എന്നൊക്കെയാണ് എന്തിന്റെ അർത്ഥം? സംഘം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം. ഓക്കെ അല്ലേ? ഇനി സംഘം എന്ന സംസ്കൃത പദത്തിന്റെ സംഘകാല കവിത്രയങ്ങളിലെ ഏറ്റവും പ്രശസ്ത ആയിട്ടുള്ള ഒരു കവിയാണ് ആരെന്ന് പറഞ്ഞാല് ഔവയ്യാർ എന്ന് പറയുന്നത്. ആരാണ്? ഔവയ്യാർ ആണ്. ഔവയ്യാർ സംഘകാല കവിത്രയങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു കവികളുടെ ആ ഒരു സീരീസ് എടുക്കുമ്പോൾ അതിൽ തന്നെ പ്രശസ്തയായിട്ടുള്ള ഒരാളായിരുന്നു ഔവയ്യാർ എന്ന് പറയുന്നത്. ഓണത്തെ കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി. ഇത് ചോദിച്ച ചോദ്യമാണ്. എന്താണ്? ഓണത്തെ കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി. നമുക്കറിയാല്ലേ, ഓണത്തിനല്ലേ നമ്മൾ സദ്യയൊക്കെ വെക്കുന്നത്. അപ്പൊ സദ്യക്ക് എന്തായാലും പായസം ഉണ്ടാവും, നല്ല മധുരമുള്ള പായസമൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ നമുക്ക് ഓർക്കാം, ഓണത്തെ കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി മധുരൈ കാഞ്ചിയാണ്. ആരാണ്? മധുരൈ കാഞ്ചിയാണ്. മാങ്കുടി മരുതനാർ. അതാണ് അവിടെ എന്ത് പ്രത്യേകത നമ്മൾ പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു ചേര ചോള പാണ്ഡ്യവംശങ്ങൾ സംഘകാലത്ത് ഭരണം നടത്തിയിരുന്നു. വൈഗാ നദിയുടെ തീരത്ത് മധുരാദേശത്ത് രൂപം കൊണ്ട പണ്ഡിത സദസ്സാണ് അല്ലെങ്കിൽ പണ്ഡിത സഭയാണ് സംഘം എന്ന് പറയുന്നത്. ഇനി സംഘം എന്ന് പറയുന്നത് ഒരു സംസ്കൃത പദമാണ്. അതിന്റെ അർത്ഥം കോളേജ് അല്ലെങ്കിൽ അസംബ്ലി അല്ലെങ്കിൽ കൂട്ടം എന്നൊക്കെയാണ്. സംഘകാല കവിത്ര എടുക്കുമ്പോൾ അതിൽ പ്രശസ്തയായിട്ടുള്ള ഒരു കവിയായിരുന്നു ആരെന്ന് പറഞ്ഞാൽ ഔവയ്യാർ എന്ന് പറയുന്നത്. ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏതാണെന്ന് ചോദിച്ചാൽ മധുരൈ കാഞ്ചി എന്ന് ഉത്തരം എഴുതുക. ഓക്കെ അല്ലേ?
ശ്രദ്ധിക്കൂ, കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് പതുറ്റിപ്പത്ത്. ഏതാണ്? പതുറ്റിപ്പത്ത്. കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി പതുറ്റിപ്പത്താണ്. എന്നാൽ ഓണത്തെ കുറിച്ച് പരാമർശിക്കുന്നത് മധുരൈ കാഞ്ചിയാണ്. 10 പാട്ടുകൾ വീതമുള്ള 10 ഭാഗങ്ങളുടെ സമാഹാരമാണ് പതുറ്റിപ്പത്ത്. കണ്ടോ, 10 പാട്ടുകൾ വീതമുള്ള 10 പാട്ടുകൾ ചേർന്നാണ് ഒരു സെറ്റ്. അങ്ങനെ 10 ഭാഗങ്ങളായിട്ടുള്ള ഒരു സമാഹാരമാണ് എന്തെന്ന് പറയുന്നത്? പതുറ്റിപ്പത്ത് എന്ന് പറയുന്നത്. അതാണ് അങ്ങനെ ഒരു പേര് വന്നത്. ഓക്കെ, 10 പാട്ടുകൾ വീതമുള്ള 10 ഭാഗങ്ങളുടെ സമാഹാരം. കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരം മാറുകയാണ് ഐതരേയ ആരണ്യകം. ഏതാണ്? ഐതരേയ ആരണ്യകമാണ്. കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്ന ആദ്യത്തെ കൃതി ഐതരേയ ആരണ്യകം. എന്നാൽ കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി പതുറ്റിപ്പത്ത്. ഓക്കെ ആണല്ലോ. എന്നാൽ കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്ന കാളിദാസന്റെ കൃതി ചോദിച്ചാൽ രഘുവംശമാണെന്ന് ഓർത്തു വെക്കുക. മാറിപ്പോവരുത്, വ്യക്തമായി തന്നെ പഠിക്കുക. കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏതാണ്? പതുറ്റിപ്പത്ത്. എന്നാൽ കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്ന ആദ്യത്തെ കൃതി ഐതരേയ ആരണ്യകം. എന്നാൽ കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്ന കാളിദാസന്റെ കൃതിയാണ് രഘുവംശം. ഏതാണ്? രഘുവംശം. തമിഴ് ഭാഷയിലെ 5 ഇതിഹാസങ്ങളാണ് ചിലപ്പതികാരം, മണിമേഖല, ജീവക ചിന്താമണി, വളയാപതി, കുണ്ടലകേശി എന്നിവ. നോക്കിയേ, തമിഴ് ഭാഷയിലെ 5 ഇതിഹാസങ്ങളാണ് ഏതൊക്കെ? ചിലപ്പതികാരം, മണിമേഖല, ജീവക ചിന്താമണി, വളയാപതി, കുണ്ടലകേശി എന്നിവ. കണ്ണകിയുടെയും കോവിലന്റെയും കഥയാണ് എന്തിൽ പറയുന്നത്? ചിലപ്പതികാരത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ കണ്ണകിയുടെയും കോവിലന്റെയും കഥ പറയുന്ന സംഘകാല കൃതിയാണേത്? അത് നമ്മുടെ ചിലപ്പതികാരമാണ്. ഏതാണ്? ചിലപ്പതികാരം. ചിലപ്പതികാരത്തിലെ കഥാപാത്രങ്ങളായ കോവിലനും മാധവിക്കും ജനിച്ച മകളായ മണിമേഖലയുടെ കഥയാണ് മണിമേഖല. അതിൽ തന്നെ ഉണ്ട് അല്ലെ. അപ്പൊ ചിലപ്പതികാരത്തിലെ കഥാപാത്രങ്ങള് കോവലനും മാധവിയും അല്ലെ, അവരില് ജനിച്ച മകളാണ് മണിമേഖല. അപ്പൊ ആ മണിമേഖലയെ കുറിച്ച് പറയുന്ന കഥയാണ് ഏത്? മണിമേഖല എന്ന് പറയുന്നത്. ആ മണിമേഖല എന്ന് പറയുന്നത് ആരാണ്? കോവിലന്റെയും മാധവിയുടെയും മകളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ തമിഴ് ഭാഷയിലെ 5 ഇതിഹാസങ്ങൾ നമ്മൾ പഠിച്ചു. ചിലപ്പതികാരം, പിന്നെയോ മണിമേഖല, ജീവക ചിന്താമണി, വളയാപതി, കുണ്ടലകേശി എന്നിവയാണ്. ഇതിന്റെ കൃതികളും കർത്താക്കളും എന്ന് പറയുന്ന ഒരു ടേബിളിൽ നമ്മളെല്ലാം വിശദമായി തന്നെ പഠിച്ചതാണ്. മറന്നു പോവരുത്, റിവിഷൻ ചെയ്ത് തന്നെ വെക്കുക. പിന്നീട് നമ്മൾ പറഞ്ഞു കണ്ണകിയുടെയും കോവിലിന്റെയും കഥ പറയുന്ന ഒരു കൃതിയാണ് ചിലപ്പതികാരം. ചിലപ്പതികാരത്തിലെ കഥാപാത്രങ്ങളാണ് കോവലനും മാധവിയും. അവർക്ക് ജനിക്കുന്ന മകളാണ് മണിമേഖല. ആ മണിമേഖലയെ കുറിച്ചുള്ള കഥയാണ് മണിമേഖല എന്ന് പറയുന്ന കൃതിയുടെ ഇതിവൃത്തം എന്നുകൂടി അറിഞ്ഞു വെക്കുക. ഇനി നമുക്ക് നോക്കാം, തിണകൾ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ശ്രദ്ധിക്കൂ, തിണകൾ. കുറിഞ്ചി എന്ന് പറയുന്ന ആ ഒരു തിണ, ഓക്കെ, അത് ഏത് വിഭാഗത്തിലാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പർവ്വത പ്രദേശമാണ്. ഏതാണ്? പർവ്വത പ്രദേശം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാ. കാരണം പ്രീവിയസ് ഒരുപാട് ചോദിച്ചിട്ടുള്ള ഒരു ടേബിളാണ് ഏതെന്ന് പറയുന്നത്, ഈ തിണകളെന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത് വൃത്തിയായി തന്നെ പഠിക്കുക. അപ്പൊ കുറിഞ്ചി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, കുറിഞ്ചി മല എന്നല്ലേ നമ്മൾ എപ്പോഴും പറയാ. നമ്മൾ സാധാരണയായി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കുറിഞ്ചി മല, ഞാനും പോകുന്നു കുറിഞ്ചി മലയിൽ എന്നൊക്കെ പറഞ്ഞ പാട്ടില്ലേ. അപ്പൊ എന്താണ്? കുറിഞ്ചി മലപ്രദേശം. അപ്പൊ അങ്ങനെ നിങ്ങൾ നോക്കാം, മല എന്ന് പറയുമ്പോൾ വേറൊരു പദം പർവ്വതം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം അല്ലേ. അപ്പൊ കുറിഞ്ചി എന്ന് പറയുന്നത് പർവ്വത പ്രദേശമാണെന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, കുറിഞ്ചി എന്ന് പറയുന്നത് പർവ്വത പ്രദേശമാണ്. ഇനിയോ അവിടുത്തെ ആരാധനാമൂർത്തിയാണ് ചേയോൻ എന്ന് പറയുന്നത്. ആരാണ്? ചേയോൻ എന്ന് പറയുന്നത് മുരുകൻ. ഈ പഴനി എന്ന് പറയുന്ന അമ്പലം ഉണ്ടല്ലോ, അത് പർവ്വതത്തിന്റെ മേലെയല്ലേ, മലയുടെ മേലെയല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഓർക്കാലോ എന്താണ്, കുറിഞ്ചി മല. അപ്പൊ മലയിൽ ഏത് ദൈവമാണ് ഇരിക്കുന്നത്? നമ്മുടെ മുരുകനാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഓർത്ത് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മേഖല കിട്ടും. ഓക്കെ, ഇനി നിവാസികൾ, അവിടെ താമസിച്ചിരുന്ന ആളുകളാണ് ഏതൊക്കെ? കാനാവർ, പിന്നെയോ വേടർ. നിങ്ങൾക്കറിയാം കാനനം, കാനനം എന്ന് പറയുന്ന ഒരു പദം അറിയാമല്ലോ, പര്യായം. ഓക്കെ, കാനാവർ. ഇനിയോ
വേടർ. വേടർ എവിടെയാ ഉള്ളത്? വേടന്മാര് കാട്ടിലല്ലേ ഉള്ളത്. അപ്പൊ ഓർക്കാം അല്ലെ. അപ്പൊ നോക്കിയേ, കുറിഞ്ചിയാണെങ്കിൽ പർവ്വത പ്രദേശമാണ്. അവിടുത്തെ ആരാധനാമൂർത്തി ചേയോൻ അല്ലെങ്കിൽ മുരുകനാണ്. പിന്നെയോ നിവാസികൾ ചോദിച്ചാൽ കാനാവറും വേടറുമാണ്. കാനാവറും വേടറും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് നോക്കാം പാലൈ. രണ്ടാമത്തേതാണ് പാലൈ. പാലൈ എന്ന് പറയുന്നത് ഒരു വരണ്ട പ്രദേശമാണ്. പാലൈ എന്ന് പറയുന്നത് എന്താണ്? ഒരു വരണ്ട പ്രദേശമാണ് പാലൈ എന്ന് പറയുന്നത്. ഇവിടുത്തെ ആരാധനാമൂർത്തി ഏതാണെന്നറിയോ? കൊറ്റവൈയാണ്. ഏതാണ്? കൊറ്റവൈയാണ്. മാറിപ്പോവരുത്. പാലൈ എന്ന് പറയുന്നത് വരണ്ട പ്രദേശമാണ്. അവിടുത്തെ ആരാധനാമൂർത്തി കൊറ്റവൈയാണ്. ഇനി നിവാസികൾ ചോദിച്ചു കഴിഞ്ഞാൽ മറവരും കള്ളറുമാണ്. നിങ്ങളൊന്ന് നോക്കിയേ, പാലൈ എന്ന് പറയുന്നത് വരണ്ട പ്രദേശമാണ് നമ്മളിപ്പോൾ പഠിച്ചു. അപ്പൊ ഈ വരണ്ട പ്രദേശത്ത് കൃഷിയോഗ്യമാണോ പ്രദേശം എന്ന് പറയുന്നത്? അല്ല. അവിടുത്തെ ജനങ്ങൾക്ക് വേറെ രീതിയിലുള്ള ജോലികളൊന്നും ചെയ്യാനായിട്ടുള്ള ആ ഒരു പരിസ്ഥിതി അല്ല ഉള്ളത്. സ്വാഭാവികമായിട്ടും അവരെ ആശ്രയിക്കുന്നത് എന്ത് തന്നെയായിരിക്കും എടാ? കള്ളത്തരം അല്ലെങ്കിൽ പിടിച്ചുപറി അല്ലെങ്കിൽ മോഷണം ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ മറവറും കള്ളറും പറയുന്നത്. ഓക്കെ അല്ലേ? മറവർ, കള്ളർ. അപ്പൊ അവരെന്ത് ചെയ്യൂടാ? ഈ കച്ചവട സംഘങ്ങളെയൊക്കെ എന്തല്ലോ തടഞ്ഞു നിർത്തിയിട്ട് അവരുടെ കൈവശമുള്ള കാര്യങ്ങളൊക്കെ കൈവശപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുവടാ? അവരുടെ ദേശത്തേക്ക് കൊണ്ടുപോയി അങ്ങനെയൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്? അവരുടെ ആ ഒരു ജീവിത മാർഗം നയിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവിടെ മറവരും കള്ളരും എന്താണ്? നിവാസികൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് മുല്ലയാണ്. മുല്ലൈ ആണെങ്കിൽ ഏത് വിഭാഗമാണ്? മുല്ലൈ, പുല്ല്. ഓക്കെ. മുല്ലൈ ആണെങ്കിൽ പുൽമേടുകളാണ്. എന്താണ്? പുൽമേടുകളാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ? വലിയ പുൽമേട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന വലിയൊരു താഴ്വാരമായിരിക്കും. അവിടെ നിറയെ പുല്ലുകളൊക്കെ കാണും അല്ലേ. അപ്പൊ അവിടെ എന്താ? കുറ്റി കുറ്റി പോലെ, എന്ത് കുറ്റിച്ചെടി പോലെ മുല്ലപ്പൂ ഒക്കെ നിൽക്കുന്ന ഒന്ന് മനസ്സിലൊന്ന് വിചാരിച്ചു നോക്കിക്കേ. അപ്പൊ മുല്ലൈ പുൽമേടുകളാണ്. ഇനി പുൽമേട്ടിൽ എന്ത് ചെയ്യുവടാ? മേയാനായിട്ട് നമ്മൾ ആരെങ്കിലും ഒക്കെ വിടത്തില്ല. അതാ നമ്മുടെ ആട് അല്ലെങ്കിൽ മാടുകൾ ഇവയൊക്കെ എന്ത് ചെയ്യും? മേയാനായിട്ട് പുൽമേട്ടിൽ വിടും അല്ലെ. അപ്പൊ മുല്ലൈ, പുൽമേടുകൾ. മായോൻ എന്ന് പറയുന്ന ആരാധനാമൂർത്തിയാണ് എവിടെ ഉള്ളത്? നമ്മുടെ മുല്ലൈ എന്ന് പറയുന്ന തിണയിൽ ഉള്ളത്. ഓക്കെയാണ്. ഇനി ഇവിടെ ആരാണ്? മേയാൻ വിടും. മേയാൻ ആടിനെയൊക്കെ വിട്ട് കഴിഞ്ഞാൽ കൂടെ ആരുണ്ടാവും? ഇടയരുണ്ടാവൂലേ? ആട്ടിടയന്മാരുണ്ടാവൂലേ? അപ്പൊ ഇടയരുണ്ട്, ആയറുണ്ട്. ഇടയരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ എന്താണ്? കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകളല്ലേ. നമുക്ക് പറയാലോ, ആയമാര് കുട്ടികളെയൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യുവാടാ? ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ അവരെ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ആയ എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പൊ ഇടയർ, ആയർ എന്നൊക്കെ ഓർക്കാം. അപ്പൊ നമ്മളിപ്പോൾ 3 തിണകൾ പഠിച്ചു. മൊത്തം 5 തിണകളാണുള്ളത്. അതിൽ 3 തിണകൾ നമ്മൾ പഠിച്ചു. ഒന്നാമത്തേത് കുറിഞ്ചിയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, അത് ഏത് വിഭാഗമാണ്? പർവ്വത പ്രദേശമാണ്. അവിടുത്തെ ആരാധനാമൂർത്തി ആരാണ്? പർവ്വതത്തിൽ ഏത് ദൈവമായിരിക്കുന്നത്? മുരുകനാണ് അല്ലേ. മുരുകനാണ്. അപ്പൊ ചേയോൻ എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ചേയോൻ എന്നാണ് പറയുന്നത്. പിന്നെ നിവാസികൾ ചോദിച്ചു കഴിഞ്ഞാൽ കാനാവറും ഉണ്ട്, വേടരുമുണ്ട്. കാനാവരും വേടരും ഉണ്ട്. പിന്നീട് പറയുന്നു പാലൈയാണ്. പാലൈ എന്ന് പറയുമ്പോൾ വരണ്ട പ്രദേശമാണ്. അവിടുത്തെ ആരാധനാമൂർത്തി കൊറ്റവൈയാണ്. ആരാണ്? കൊറ്റവൈയാണ്. ഇനി നിവാസികൾ ചോദിച്ചാലോ? മറവരും ഉണ്ട്, കള്ളരും ഉണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞു വരണ്ട പ്രദേശമാണ്, വേറെ വർക്കൊന്നും അവർക്ക് ചെയ്യാനില്ല, അപ്പോൾ അവരെന്ത് ചെയ്യും? മോഷ്ടിക്കും എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ മറവരും കള്ളരുമാണ്. ഇനി മുല്ലൈ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു പുൽമേടൊക്കെ വരണം. അപ്പൊ പുൽമേട്ടില് മേയാൻ വേണ്ടിയിട്ട് ആടുകളുണ്ട്. അവരെ നോക്കാൻ വേണ്ടിയിട്ട് ആരുണ്ട്? ഇടയരുണ്ട്. അപ്പൊ ഇടയര്, ആയര്. ഓക്കെ ആണല്ലോ. അപ്പൊ മുല്ലൈ എന്ന് പറയുന്ന തിണ. വിഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പുൽമേടാണ്. ആരാധനാമൂർത്തി ചോദിച്ചാൽ മായോനാണ്. നിവാസികൾ ചോദിച്ചാൽ ഇടയരും ആയരുമാണ്. ഓക്കെ. നമ്മളിപ്പം 3 തിണകൾ പഠിച്ചു. ഇനി 4മത്തേത് നോക്കൂ, മരുതമാണ് അല്ലേ. മരുതം. മരുതം എന്ന് പറയുമ്പോൾ കൃഷിഭൂമിയാണ്. ഏത് വിഭാഗമാണത്? കൃഷിഭൂമിയാണ്. അപ്പൊ കൃഷിഭൂമി ഉൾപ്പെടുന്ന തിണ ഏതാന്ന് ചോദിച്ചാൽ ധൈര്യപൂർവ്വം എഴുതാം, അത് മരുതം ആണെന്ന് എഴുതാം. ഓക്കെ, മരുതം. ഇനിയോ ആരാധനാമൂർത്തിയാണ് വേന്തൻ. ആരാണ്? വേന്തനാണ്. വേന്തൻ. ആരാധനാമൂർത്തി ആരാണ്? വേന്തനാണ്. വേന്തൻ. ഓക്കെ അല്ലേ. ഇനി നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് ഉഴുതൂലേ? ഉഴുതു അല്ലേ. അപ്പൊ ഉഴവര്, തൊഴുവര്. ആരാണ്? ഉഴവര്, തൊഴുവര്. ഉഴവരും ഉണ്ട്, തൊഴുവരും ഉണ്ട് നിവാസികൾ എന്ന് പറയുന്നത്. അപ്പോൾ മരുതം എന്ന് പറയുന്നത് എന്ത് വിഭാഗമാണ്? കൃഷിയാണ്. ആരാധനാമൂർത്തി ആരാണ്? വേന്തനാണ്. നിവാസികൾ ചോദിച്ചാൽ ഉഴവരും തൊഴുവരും. ആരാണ്? ഉഴവരും തൊഴുവരുമാണ്. അവസാനമായി പറയുന്നു നെയ്തലാണ്. നെയ്തൽ.
നെയ്തൽ. അപ്പൊ ഇത് നിങ്ങൾക്ക് എളുപ്പമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വല നെയ്യുക എന്നല്ലേ പറയുക, വല നെയ്യു അല്ലേ. ഓക്കെ, അപ്പൊ വല എവിടെയാണ്? വല ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എവിടെയായിരിക്കും? കടലിൽ പോകുന്ന ഒരു വലയിടും അല്ലേ. പിന്നെ മീൻ പിടിക്കാൻ പോകുന്ന ഒരു വലയൊക്കെ അല്ലേ ഇടുന്നേ. അപ്പൊ നിങ്ങൾക്ക് എളുപ്പം ഓർക്കാലോ, നെയ്തല് തീരപ്രദേശമാണ്. തീരപ്രദേശം വല നെയ്യുന്നു, അപ്പോൾ തീരം ഓർക്കാം, തീരപ്രദേശം. അപ്പൊ തീരം ഏത് തീരാണ്? കടൽ തീരമാണല്ലേ. അപ്പൊ ആരാധനാമൂർത്തി ആരായിരിക്കും? കടലോൻ. ആരാണ്? കടലോനാണ് ആരാധനാമൂർത്തി. ആരാധനാമൂർത്തി ആരാണ്? കടലോനാണ്. ഇനി ഈ നിവാസികൾ ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. നോക്കിക്കേ, കടലിൽ എന്തുണ്ട്? ഉപ്പുണ്ട്, മീനുണ്ട്, പിന്നെയോ പിന്നെ വലയിടാൻ പോകുന്ന കാര്യം നമ്മൾ പറഞ്ഞില്ലേ, വല നെയ്യൂ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ നിവാസികൾ വലയറുണ്ട്. അവസാനമായി പരതവർ. ആരാണ്? പരതവർ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പൊ നിവാസികൾ പഠിക്കാൻ എളുപ്പമാണ്. ഉപ്പവർ, മീനവർ, വലയർ, പരതവർ. ഉപ്പവർ, മീനവർ, വലയർ, പരതവർ. അപ്പൊ നോക്കിക്കേ, അവസാനമായിട്ട് നമ്മൾ പഠിച്ചത് രണ്ടാളുകളെ. ആരൊക്കെയാണ്? മരുതം എന്ന് പറയുന്ന തിണയാണ് പഠിച്ചത്. വിഭാഗം ചോദിച്ചാൽ കൃഷിഭൂമിയാണ്. ആരാധനാമൂർത്തി ചോദിച്ചു കഴിഞ്ഞാൽ വേന്തൻ. നിവാസികൾ ചോദിച്ചാൽ ഉഴവരും തൊഴുവരുമാണ്. നെയ്തൽ ചോദിച്ചാൽ തീരപ്രദേശമാണ്. ആരാധനാമൂർത്തി ചോദിച്ചാലോ കടലോനാണ്. നിവാസികളാണെങ്കിലോ പരതവർ, ഉപ്പവർ, മീനവർ, വലയർ എന്നിവരാണ്. ഓക്കെ ആണല്ലോ. തിണകൾ ഉറപ്പായും പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ്, നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ആയി രാജവംശത്തെ കുറിച്ച് പഠിക്കാം. ഒന്ന് ശ്രദ്ധിക്കൂ. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായി എഴുതാം, അത് ആയി രാജവംശമാണ്. എന്താണ്? ദക്ഷിണ കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം. പഴയ ഏറ്റവും പഴയ രാജവംശമാണ് ആയി രാജവംശം. ആയി രാജവംശത്തിന്റെ സ്ഥാപകൻ ആരാണ്? ആയി ആണ്ടിരൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ്? ആയി ആണ്ടിരൻ. ആ പേരിൽ തന്നെയുണ്ട്. ആയി ആണ്ടിരൻ സ്ഥാപിച്ച രാജവംശമാണ് ഏതെന്ന് പറഞ്ഞാല് ആയി രാജവംശം എന്ന് പറയുന്നത്. ആയി രാജവംശത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. ഏതാണ്? കണിക്കൊന്നയാണ്. കുറെ പേരുടെ മനസ്സിൽ വരും താമര എഴുതാം, ഒരു ടെൻഡൻസി ഒക്കെ വരും അല്ലെ. എഴുതരുത്, പൊട്ടത്തെറ്റാണ്. ശ്രദ്ധിക്കൂ, ആയി രാജവംശത്തിന്റെ എന്താണ് ഔദ്യോഗിക പുഷ്പമാണ് ഏത്? കണിക്കൊന്ന. ഏതാണ്? കണിക്കൊന്ന. ആയി രാജവംശത്തിന്റെ ആദ്യ തലസ്ഥാനം ചോദിച്ചാൽ പൊതിയൻ മലയിലെ ആയിക്കുടിയാണ്. ഓക്കെ, എളുപ്പമല്ലേ? ആയിക്കുടി. ആയി രാജവംശത്തിന്റെ ആദ്യ തലസ്ഥാനം ആയിക്കുടി. എവിടെ? പൊതിയൻ മലയിലെ ആയിക്കുടിയാണ് ആയി രാജവംശത്തിന്റെ ആദ്യ തലസ്ഥാനം. ആയി രാജവംശത്തിന്റെ പിൽക്കാല തലസ്ഥാനം ഏതാണ്? വിഴിഞ്ഞമാണ്. ആയി രാജവംശത്തിന്റെ പിൽക്കാല തലസ്ഥാനം വിഴിഞ്ഞം. ആദ്യ തലസ്ഥാനം പൊതിയൻ മലയിലെ ആയിക്കുടി, പിൽക്കാല തലസ്ഥാനം വിഴിഞ്ഞം. ഓക്കെ, പിൽക്കാല തലസ്ഥാനം വിഴിഞ്ഞം. സ്ഥാപിച്ചത് ആരാണ്? ആയി ആണ്ടിരനാണ്. ഔദ്യോഗിക പുഷ്പം ചോദിച്ചാൽ കണിക്കുന്നയാണ്. നോക്കിയേ, ആയി രാജവംശത്തിലെ പ്രസിദ്ധനായ രാജാവ് വിക്രമാദിത്യ വരഗുണൻ. പഠിച്ചു വെക്കുക, വിക്രമാദിത്യ വരഗുണൻ. ആരാണ്? വിക്രമാദിത്യ വരഗുണനാണ്. വിക്രമാദിത്യ വരഗുണനാണ് ആര്? ആയി രാജവംശത്തിലെ പ്രസിദ്ധനായ രാജാവ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആയി രാജവംശത്തെ കുറിച്ചാണ്. പ്രധാനമായ കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. ഏറ്റവും പഴക്കം ചെന്ന അല്ലെ, ദക്ഷിണ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രാജവംശമാണ് ആയി രാജവംശം. ആയി രാജവംശത്തിന്റെ സ്ഥാപകൻ ആയി ആണ്ടിരൻ. ആയി രാജവംശത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. ആയി രാജവംശത്തിന്റെ ആദ്യത്തെ തലസ്ഥാനം പൊതിയൻ മലയിലെ ആയിക്കുടി. പിൽക്കാല തലസ്ഥാനം ചോദിച്ചാൽ വിഴിഞ്ഞം. ആയി രാജവംശത്തിലെ പ്രസിദ്ധനായ രാജാവ് വിക്രമാദിത്യ വരഗുണനാണ്. ആരാണ്? വിക്രമാദിത്യ വരഗുണൻ. അപ്പോൾ ഈ വിക്രമാദിത്യ വരഗുണൻ ഒരു വിശേഷണമുണ്ട്, കേരള അശോകൻ. ആരാണ്? കേരള അശോകൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് ആര്? വിക്രമാദിത്യ വരഗുണൻ. ആരാണ്? വിക്രമാദിത്യ വരഗുണൻ. കേരള അശോകൻ. ആരാണ്? കേരള അശോകൻ എന്നറിയപ്പെടുന്നത് വിക്രമാദിത്യ വരഗുണനാണ്. അവസാന ആയി രാജവംശത്തിന്റെ രാജാവാണ് ആര്? നമ്മുടെ വിക്രമാദിത്യ വരഗുണൻ എന്ന് പറയുന്നത്. അവസാനത്തെ ആയി രാജവംശത്തിന്റെ രാജാവ് ആരാന്ന് ചോദിച്ചാൽ ആരെ പറയും നിങ്ങൾ? വിക്രമാദിത്യ വരഗുണനെ
പറയും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ കേരള അശോകൻ എന്നറിയപ്പെടുന്നത് വിക്രമാദിത്യ വരഗുണനാണ്. ഈ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ആര് നമ്മുടെ വിക്രമാദിത്യ വരഗുണൻ. വിക്രമാദിത്യ വരഗുണനെ കേരളത്തിലെ അശോകൻ എന്ന് വിശേഷിപ്പിച്ചത് MGS നാരായണനാണ്. ആരാണ്? MGS നാരായണൻ. ആരാണ്? MGS നാരായണനാണ് വിക്രമാദിത്യ വരഗുണനെ കേരളത്തിലെ അശോകൻ എന്ന് വിശേഷിപ്പിച്ചത്. ഈ രാജവംശത്തിന്റെ രാജകീയ മുദ്രയാണ് ആന. അപ്പൊ നമ്മൾ പറഞ്ഞു ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. ഈ രാജവംശത്തിന്റെ രാജകീയ മുദ്ര ചോദിച്ചാൽ ആനയാണ്. ഇനിയോ ഈ രാജവംശത്തെ അയോയി എന്ന് പരാമർശിച്ചത് ടോളമിയാണ്. ആരാണ്? ടോളമി എന്താ പറഞ്ഞത്? ഈ രാജവംശത്തെ അയോയി എന്ന് പരാമർശിച്ചു. ഈ രാജവംശത്തെ അയോയി എന്ന് പരാമർശിച്ചത് ആരാണ്? ടോളമി. ഹജൂർ ശാസനം പുറപ്പെടുവിച്ചത് കരുനന്ദടക്കൻ. ഹജൂർ ശാസനം എന്താണ്? ഹജൂർ ശാസനം പുറപ്പെടുവിച്ച ആരാണ്? കരുനന്ദടക്കനാണ്. ആരാണ്? കരുനന്ദടക്കൻ. ഈ രാജവംശത്തിന്റെ പരദേവത ചോദിച്ചാൽ ശ്രീ പത്മനാഭനാണ്. നമ്മൾ എന്താ പഠിച്ചത്? ദക്ഷിണ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രാജവംശം. അപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്ക് തെക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ തിരുവിതാംകൂറൊക്കെ ആണല്ലോ. ഉറപ്പായിട്ടും എന്താണ്? ശ്രീ പത്മനാഭനെയൊക്കെ നമുക്ക് ഓർക്കാം. ഓക്കെ, അപ്പൊ ഹജൂർ ശാസനം പുറപ്പെടുവിച്ചത് കരുനന്ദടക്കനാണ്. ആരാണ്? കരുനന്ദടക്കൻ. ഓർത്തു വെക്കണേ. ഈ രാജവംശത്തിന്റെ പരദേവത ചോദിച്ചാൽ ശ്രീ പത്മനാഭൻ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കൂ, കേരള അശോകൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? വിക്രമാദിത്യ വരഗുണനാണ്. വിക്രമാദിത്യ വരഗുണനെ കേരള അശോകൻ എന്ന് വിശേഷിപ്പിച്ചത് MGS നാരായണനാണ്. അവസാനത്തെ ഈ രാജവംശ രാജാവായിരുന്നു വിക്രമാദിത്യ വരഗുണൻ. ഈ രാജവംശത്തിലെ പ്രസിദ്ധനായ രാജാവും വിക്രമാദിത്യ വരഗുണനാണ്. അത്രയും ഓക്കെയാണ്. ഇവരുടെ ഔദ്യോഗിക പുഷ്പം കണിക്കുന്നതാണ്. എന്നാൽ ഔദ്യോഗിക രാജകീയ മുദ്ര ചോദിച്ചാൽ ആനയാണ്. ഇനി ടോളമി എന്താ വിശേഷിപ്പിച്ചത്? അയോയി എന്ന് പരാമർശിപ്പിച്ചത് എന്തിനെയാണ്? ഈ രാജവംശത്തെയാണ്. ഹജൂർ ശാസനം പുറപ്പെടുവിച്ചത് കരുനന്ദടക്കൻ എന്ന് പറയുന്ന ആളാണ്. എന്നാൽ ഇവരുടെ പരദേവത ചോദിച്ചാൽ ശ്രീ പത്മനാഭനാണെന്ന് കൂടി ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് ഈ രാജവംശത്തെ കുറിച്ചാണ്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രാജവംശമാണ്. സ്ഥാപകൻ ആണ്ടിരനാണ്. ആയിക്കുടി എന്ന് പറയുന്ന പ്രദേശമാണ് ആദ്യത്തെ തലസ്ഥാനമായിരുന്നത്. പിൽക്കാല തലസ്ഥാനം വിഴിഞ്ഞമായിരുന്നു. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ രാജവംശത്തെ കുറിച്ച് പഠിച്ചു. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നു ഏഴിമല രാജവംശം. ഓക്കെ അല്ലേ? ഏതാണ് രാജവംശം? ഏഴിമല രാജവംശം. നമുക്ക് നോക്കാം. ഏഴിമല ആസ്ഥാനമായി ഭരണം നടത്തിയിരുന്ന രാജവംശമാണ് മൂഷക രാജവംശം. ഏതാണ്? മൂഷക രാജവംശം. ഏഴിമല ആസ്ഥാനമായി ഭരണം നടത്തിയിരുന്ന രാജവംശമാണ് മൂഷക രാജവംശം. ഏതാണ്? മൂഷക രാജവംശം. മൂഷക രാജവംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരി അത് നന്നനാണ്. ആരാണ്? നന്നൻ എന്ന് പറയുന്ന വ്യക്തിയാണ് മൂഷക രാജവംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരി. പഴന്തമിഴ് പാട്ടുകളിൽ പ്രകീർത്തിക്കുന്ന യോദ്ധാവാര് എന്ന് ചോദിച്ചാൽ അത് നന്നനാണ്. പഴന്തമിഴ് പാട്ടുകളിൽ പ്രകീർത്തിക്കുന്ന യോദ്ധാവ് ആരാണെന്ന് ചോദിച്ചാൽ നന്നനാണ്. വിക്രമാദിത്യ വരഗുണനെ ഇവിടെ കൊണ്ടുവരരുത്. നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞു വെക്കുക. ഓരോ രാജാക്കന്മാരും ഏത് രാജവംശത്തിന്റെ കീഴിലാ വരുന്നതെന്നുള്ളത് ഒരു സിമ്പിൾ ലോജിക് ആയിട്ട് അവിടെ കൊണ്ടുവയ്ക്കുക. വിക്രമാദിത്യ വരഗുണൻ എന്ന് പറയുന്നത് ഈ രാജവംശമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോഴല്ലേ ആര് ആൻസർ ആയി വരൂ? വിക്രമാദിത്യ വരഗുണൻ ആൻസർ ആയിട്ട് വരുള്ളൂ. ഏഴിമലയിൽ വരുന്നതാണ് നമ്മുടെ നന്നൻ, അല്ലെങ്കിൽ മൂഷക രാജവംശത്തിൽ വരുന്നതാണ് നന്നൻ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോഴേ നന്നനെ ഓർക്കാവൂ. ഓക്കെ, കാരണം നമ്മൾ ഈ രാജവംശങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. അതുകൊണ്ട് എപ്പോഴും ഒന്ന് ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിക്കാനൊന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടും. നോക്കിയേ, മൂഷക രാജവംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരി നന്നനാണ്. പഴന്തമിഴ് പാട്ടുകളിൽ പ്രകീർത്തിക്കുന്ന യോദ്ധാവും ആര് തന്നെയാണ്? നന്നനാണ്. കൊങ്കാനം എന്ന തമിഴ് കൃതികളിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതാണെന്ന് അറിയുമോ? അത് ഏഴിമലയാണ്. കൊങ്കാനം എന്താണ്? കൊങ്കാനം എന്ന തമിഴ് കൃതികളിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ഏഴിമല. മൂഷക രാജവംശത്തിലെ പ്രസിദ്ധനായ കവിയാണ് അതുലൻ.
ആരാണ്? അതുലൻ. അപ്പൊ മൂഷക രാജവംശത്തിലെ പ്രസിദ്ധനായ കവിയാണ് അതുലൻ. എന്നാൽ ഭരണാധികാരി നന്ദനാണ്. പഴന്തമിഴ് പാട്ടുകളിൽ പ്രകീർത്തിക്കുന്ന യോദ്ധാവും ആരു തന്നെ? നന്ദനാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നു ഏഴിമല രാജവംശം ഏഴിമല ആസ്ഥാനമായി ഭരണം നടത്തിയിരുന്ന രാജവംശമാണ് മൂഷക രാജവംശം. മൂഷക രാജവംശത്തിന്റെ ആസ്ഥാനം ഏഴിമലയാണെന്ന് നിങ്ങൾക്ക് കിട്ടി. ഓക്കെ അല്ലേ? മൂഷക രാജവംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരി നന്ദനാണ്. പഴന്തമിഴ് പാട്ടുകളിൽ പ്രകീർത്തിക്കുന്ന യോദ്ധാവ് നന്ദനാണ്. കൊങ്കാനം എന്ന തമിഴ് കൃതികളിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശം ഏഴിമലയാണ്. മൂഷക രാജവംശത്തിലെ പ്രസിദ്ധനായ കവിയാണ് അതുലൻ. കണ്ണൂരിലെ ഏഴിമലയെ പറ്റി പ്രതിപാദിക്കുന്ന കൃതി ഏതാണ്? കണ്ണൂരിലെ ഏഴിമലയെ പറ്റി പ്രതിപാദിക്കുന്ന കൃതിയാണ് മൂഷക രാജവംശം. കണ്ണൂരിലെ ഏഴിമലയെ പറ്റി പ്രതിപാദിക്കുന്ന കൃതി മൂഷക രാജവംശമാണ്. മൂഷക രാജവംശം. മൂഷക രാജവംശം എന്ന കൃതി എഴുതിയത് അതുലനാണ്. അതുലൻ മൂഷക രാജാവായ ശ്രീകണ്ഠന് സദസ്യനായിരുന്നു. കേരളത്തിൽ ഏഴിമല രാജവംശം നിലനിന്നിരുന്ന ജില്ലകളാണ് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ കണ്ണൂരും കാസർഗോഡും. കേരളത്തിലെ ഏഴിമല രാജവംശം നിലനിന്ന ജില്ലകൾ ഏതൊക്കെയാണ്? കണ്ണൂരും കാസർഗോഡുമാണ്. ഏഴിമല രാജവംശത്തെ ഏലി രാജ്യം എന്ന് വിശേഷിപ്പിച്ചത് മാർക്കോ പോളോ. ഏഴിമല രാജവംശത്തെ ഏലി രാജവംശം എന്ന് വിശേഷിപ്പിച്ച ആരാണ്? മാർക്കോ പോളോയാണ്. ഏഴിമല രാജവംശത്തിന്റെ രണ്ടാം തലസ്ഥാനം പാഴി എന്ന് പറയും. ഏതാണ് രണ്ടാം തലസ്ഥാനം? പാഴിയാണ്. ഏതാണ്? പാഴി. ഓക്കെ. അപ്പൊ കണ്ണൂരിലെ ഏഴിമലയെ പറ്റി പ്രതിപാദിക്കുന്ന കൃതി മൂഷക രാജവംശം. മൂഷക രാജവംശം എന്ന കൃതി എഴുതിയത് അതുലനാണ്. അതുലൻ മൂഷക രാജാവായ ശ്രീകണ്ഠന്റെ സദസ്യനായിരുന്നു. കേരളത്തിൽ ഏഴിമല രാജവംശം നിലനിന്നിരുന്ന ജില്ലകൾ കണ്ണൂർ, കാസർഗോഡ്. ഏഴിമല രാജവംശത്തെ ഏലി രാജ്യം എന്ന് വിശേഷിപ്പിച്ചത് മാർക്കോ പോളോ. ഏഴിമല രാജവംശത്തിന്റെ രണ്ടാം തലസ്ഥാനം എന്നറിയപ്പെടുന്നത് പാഴിയാണ്. ഇനി നോക്കൂ, പ്രാചീന കേരളത്തിലെ പ്രശസ്തമായ വിദ്യാകേന്ദ്രമാണ് കാന്തള്ളൂർ ശാല. ഏതാണ്? കാന്തള്ളൂർ ശാല. അപ്പോൾ പ്രാചീന കേരളത്തിലെ പ്രശസ്തമായ വിദ്യാകേന്ദ്രം, വിദ്യാകേന്ദ്രമാണ് കാന്തള്ളൂർ. ദക്ഷിണ നളന്ദ എന്ന് അറിയപ്പെടുന്നത് കാന്തള്ളൂർ ശാലയാണ്. ഏതാണ്? ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുന്നത് കാന്തള്ളൂർ ശാലയാണ്. കാന്തള്ളൂർ ശാല പണി കഴിപ്പിച്ചത് കരുനന്ദടക്കനാണ്. ആരാണ്? കരുനന്ദടക്കനാണ് കാന്തള്ളൂർ ശാല പണി കഴിപ്പിച്ചത്. അപ്പൊ പ്രാചീന കേരളത്തിലെ പ്രശസ്തമായ വിദ്യാകേന്ദ്രം കാന്തള്ളൂർ ശാല. ദക്ഷിണ നളന്ദ എന്നറിയപ്പെട്ടത് കാന്തള്ളൂർ ശാല പണി കഴിപ്പിച്ചത് കരുനന്ദടക്കൻ എന്നാണെന്ന് കൂടി ഒന്ന് അറിഞ്ഞു വെക്കുക. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നു ചേരന്മാരെ കുറിച്ചാണ്. ഓക്കെ, ചേരന്മാരെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. വേണാട്, കർക്കനാട്, കുട്ടനാട്, കുടനാട്, പൂഴിനാട് എന്നീ പ്രദേശങ്ങൾ ചേർന്നതാണ് ചേരമണ്ഡലം എന്ന് പറയുന്നത്. ഏതൊക്കെ നാടാണ് നോക്കിയേ? വേണാട്, കർക്കനാട്, കുട്ടനാട്, കുടനാട്, പുഴിനാട് എന്നീ പ്രദേശങ്ങൾ ചേർന്നതായിരുന്നു എന്തെന്ന് പറഞ്ഞാല് ചേരമണ്ഡലം എന്ന് പറയുന്നത്. ഈ ചേരന്മാരുടെ തലസ്ഥാനം നിങ്ങൾ അറിഞ്ഞു വെക്കുക. ചേരന്മാരുടെ തലസ്ഥാനം വാഞ്ചിയാണ്. ഏതാണ്? വാഞ്ചിയാണ് ചേരന്മാരുടെ തലസ്ഥാനം. എന്നാൽ ഇവരുടെ രാജകീയ മുദ്ര എന്തായിരുന്നു? ചേരന്മാരുടെ രാജകീയ മുദ്ര അത് അമ്പും വില്ലുമായിരുന്നു. എന്താണ്? അമ്പും വില്ലുമായിരുന്നു ചേരന്മാരുടെ രാജകീയ മുദ്ര എന്ന് പറയുന്നത്. പതുറ്റിപ്പത്ത് എന്ന സംഘകൃതികൾ ചേരന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പൊ പതുറ്റിപ്പത്ത് എന്ന സംഘകൃതികളിൽ ആരെ കുറിച്ചുള്ള പരാമർശമുണ്ട്? ചേരന്മാരെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ആദ്യത്തെ ചേര രാജാവാണ് ഉദിയൻ ചേരലാതൻ. ആരാണ്? ഉദിയൻ ചേരലാതൻ എന്ന് പറയുന്നതാണ് ആദ്യത്തെ ചേര രാജാവ്. അപ്പൊ നമ്മൾ പറഞ്ഞു ചേരമണ്ഡലം എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളാണ് വേണാട്, കർക്കനാട്, കുട്ടനാട്, കുടനാട്, പൂഴിനാട് എന്നീ പ്രദേശങ്ങൾ. ഇനിയോ ഇവരുടെ തലസ്ഥാനം, ചേരന്മാരുടെ തലസ്ഥാനം വാഞ്ചിയാണ്. രാജകീയ മുദ്ര ചോദിച്ചാൽ അമ്പും വില്ലുമാണ്. പതുറ്റിപ്പത്ത് എന്ന സംഘകൃതികളിൽ ചേരന്മാരെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ആദ്യത്തെ ചേര രാജാവ് ചോദിച്ചാൽ ഉദിയൻ ചേരലാതനാണെന്ന് കൂടി അറിഞ്ഞു വെക്കുക.
വാനവരമ്പൻ എന്ന സ്ഥാനപ്പേരുള്ള രാജാവാണ് ഉദിയൻ ചേരലാതൻ. ആരാണ്? വാനവരമ്പൻ. എന്താണ്? വാനവരമ്പൻ എന്ന സ്ഥാനപ്പേരുള്ള രാജാവ് ഉദിയൻ ചേരലാതനാണ്. ഇമയവരമ്പൻ എന്നറിയപ്പെട്ടിരുന്ന ചേര രാജാവ് ഇമയവരമ്പൻ നെടും ചേരലാതൻ. ആരാണ്? നെടും ചേരലാതൻ. അപ്പൊ വാനവരമ്പൻ ഉദിയൻ ചേരലാതൻ, ഇമയവരമ്പൻ നെടും ചേരലാതൻ. ഓക്കെ. ചേര രാജവംശത്തിലെ മഹാനായ രാജാവ് ചേരൻ ചെങ്കുട്ടുവനാണ്. ആരാണ്? ചേരൻ ചെങ്കുട്ടുവൻ. ചേര രാജവംശത്തിലെ മഹാനായ രാജാവ് ചേരൻ ചെങ്കുട്ടുവൻ. വാനവരമ്പൻ എന്ന സ്ഥാനപ്പേരുള്ള രാജാവ് ഉദിയൻ ചേരലാതൻ. ഇമയവരമ്പൻ എന്ന സ്ഥാനപ്പേരുള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ നെടും ചേരലാതനാണ്. ചുവന്ന ചേരൻ എന്നറിയപ്പെട്ടത് ചേരൻ ചെങ്കുട്ടുവനാണ്. അപ്പൊ ചുവന്ന ചേരൻ എന്നാണ് ആരറിയപ്പെട്ടത്? ചേരൻ ചെങ്കുട്ടുവൻ അറിയപ്പെട്ടത്. കടലൈ പിറകോട്ടിയവൻ എന്നറിയപ്പെട്ടത് ചേരൻ ചെങ്കുട്ടുവനാണ്. കടലൈ പിറകോട്ടിയവൻ എന്നറിയപ്പെട്ടത് ആരാണ്? ചേരൻ ചെങ്കുട്ടുവനാണ്. ചുവന്ന ചേരൻ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു. സമുദ്രയാത്ര നടത്തിയ ആദ്യത്തെ ചേര രാജാവ് ആര്? ചേരൻ ചെങ്കുട്ടുവൻ. ആരാണ്? ചേരൻ ചെങ്കുട്ടുവൻ. മാറിപ്പോവരുതേ, ഇവിടെ നമ്മൾ കുറേ അധികം റിപ്പീറ്റ് ചെയ്തൊരു പേരാണ് ചേരൻ ചെങ്കുട്ടുവൻ. അപ്പൊ അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ചേര രാജവംശത്തിലെ മഹാനായ രാജാവ്, സമുദ്രയാത്ര നടത്തിയ ആദ്യത്തെ ചേര രാജാവ്, കടലൈ പിറകോട്ടിയവൻ എന്നറിയപ്പെട്ട രാജാവ്, ചുവന്ന ചേരൻ എന്നറിയപ്പെട്ടത്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ആര് തന്നെ? ചേരൻ ചെങ്കുട്ടുവൻ. ആരാണ്? ചേരൻ ചെങ്കുട്ടുവൻ. എന്നാൽ വാനവരമ്പൻ എന്ന സ്ഥാനപ്പേരുള്ള രാജാവ് ഉദിയൻ ചേരലാതൻ, ഇമയവരമ്പൻ എന്നറിയപ്പെട്ട ചേര രാജാവ് നെടും ചേരലാതനാണെന്ന് കൂടി അറിഞ്ഞു വെക്കുക. അതിരാജ എന്ന പദവി നേടിയ ആദിചേര രാജാവാണ് നെടും ചേരലാതൻ. അതിരാജ എന്ന പദവി നേടിയ ആദിചേര രാജാവ് ആരാന്ന് ചോദിച്ചാൽ ആരാണത്? നെടും ചേരലാതൻ. രണ്ടാം ചേര സാമ്രാജ്യം ആണ് അല്ലെങ്കിൽ കുലശേഖര സാമ്രാജ്യം. ഓക്കെ, രണ്ടാം ചേര സാമ്രാജ്യം അല്ലെങ്കിൽ കുലശേഖര സാമ്രാജ്യത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ഈ ചേര സാമ്രാജ്യത്തിന്റെ കാര്യങ്ങൾ ഒന്നും കൂടെ നോക്കാം. നോക്കിയേ, നമ്മുടെ ചേര മണ്ഡലം എന്നറിയപ്പെടുന്നത് ഏതൊക്കെ പ്രദേശങ്ങൾ ചേർന്നാണ്? വേണാട്, കർക്കനാട്, കുട്ടനാട്, കുടനാട്, കുഴിനാട്. ഇവരുടെ തലസ്ഥാനം വാഞ്ചി. രാജകീയ മുദ്ര അമ്പും വില്ലും. പതിറ്റിപ്പത്ത് കൃതികളിൽ ഇവരെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആദ്യത്തെ ചേര രാജാവ് ഉദിയൻ ചേരലാതൻ. ഇദ്ദേഹത്തിന്റെ ഒരു സ്ഥാനപ്പേര് വാനവരമ്പൻ എന്നാണ്. എന്നാൽ ഇമയവരമ്പൻ എന്നറിയപ്പെട്ടത് നെടും ചേരലാതനാണ്. ചുവന്ന ചേരൻ എന്നറിയപ്പെട്ടത് ചേരൻ ചെങ്കുട്ടുവൻ. കടൽ അതായത് സമുദ്രയാത്ര നടത്തിയ ആദ്യത്തെ ചേര രാജാവാണ്. പിന്നെയോ കടലൈ പിറകോട്ടിയവൻ എന്നറിയപ്പെടുന്നു. ചേര രാജവംശത്തിലെ മഹാനായ രാജാവാണ് ചേരൻ ചെങ്കുട്ടുവൻ. അതിരാജ എന്ന പദവി നേടിയ ആദിചേര രാജാവ് നെടും ചേരലാതനാണ്. എന്നിവ കൂടി അറിഞ്ഞു വെക്കുക. ഇനി രണ്ടാം ചേര സാമ്രാജ്യം അല്ലെങ്കിൽ കുലശേഖര സാമ്രാജ്യം നോക്കാം. കേരളത്തിന്റെ സുവർണ യുഗമാണ് കുലശേഖരന്മാരുടെ കാലഘട്ടം. അപ്പൊ കുലശേഖരന്മാരുടെ കാലഘട്ടമാണ് കേരളത്തിന്റെ സുവർണ യുഗം എന്നറിയപ്പെടുന്നത്. കേരളത്തിന്റെ സുവർണ യുഗം എന്നറിയപ്പെടുന്നത് കുലശേഖരന്മാരുടെ കാലഘട്ടമാണ്. കുലശേഖരന്മാരുടെ തലസ്ഥാനമാണ് മഹോദയപുരം. ഏതാണ്? മഹോദയപുരമാണ്. കുലശേഖരന്മാരുടെ തലസ്ഥാനം ഏതാണ്? മഹോദയപുരം അല്ലെങ്കിൽ തിരുവഞ്ചിക്കുളം എന്നും പറയാം. ഓക്കെ, മഹോദയപുരത്തിന്റെ മറ്റൊരു പേരാണ് തിരുവഞ്ചിക്കുളം. അപ്പൊ ഏത് ഓപ്ഷൻ നോക്കി എഴുതുക? കുലശേഖരന്മാരുടെ തലസ്ഥാനം മഹോദയപുരം അല്ലെങ്കിൽ തിരുവഞ്ചിക്കുളമാണ്. തിരുവഞ്ചിക്കുളം. കുലശേഖര സാമ്രാജ്യ സ്ഥാപകനാണ് കുലശേഖര ആഴ്വാർ. ആരാണ്? കുലശേഖര ആഴ്വാറാണ്. കുലശേഖര സാമ്രാജ്യ സ്ഥാപകനാണ് കുലശേഖര ആഴ്വാര്. ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരിയിലും മാധവാചാര്യരുടെ ശങ്കര വിജയത്തിലും പ്രതിപാദിച്ചിരിക്കുന്ന കുലശേഖര രാജാവാണ് രാജശേഖരവർമ്മൻ. ആരാണ്? രാജശേഖരവർമ്മൻ. ശ്രദ്ധിച്ചേ, ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരിയിലും മാധവാചാര്യ
ശങ്കരാചാര്യരുടെ ശങ്കര വിജയത്തിലും പ്രതിപാദിച്ചിരിക്കുന്ന കുലശേഖര രാജാവ് ആരാണത്? രാജശേഖരവർമ്മൻ. ആരാണ്? രാജശേഖരവർമ്മനാണ്. ഇനി കൊല്ലവർഷം ആരംഭിച്ചത് ഏത് വർഷമാണ്? AD 825 കൊല്ലവർഷം. കൊല്ലവർഷം ആരംഭിച്ചത് AD 825. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കൊല്ലവർഷം ആരംഭിച്ച കുലശേഖര രാജാവ് രാജശേഖരവർമ്മൻ. ആരാണ്? രാജശേഖരവർമ്മൻ. അപ്പൊ കൊല്ലവർഷം ആരംഭിച്ചത് AD 825. കൊല്ലവർഷം ആരംഭിച്ച കുലശേഖര രാജാവ് രാജശേഖരവർമ്മൻ. എന്നാൽ കൊല്ലവർഷത്തിലെ ആദ്യത്തെ മാസം ഏതാണ്? കൊല്ലവർഷത്തിലെ ആദ്യത്തെ മാസം ചിങ്ങമാണ്. എന്നാൽ അവസാന മാസം നിങ്ങൾക്ക് പറയാം അത് കർക്കിടകമാണ്. ഓക്കെ, കൊല്ലവർഷം രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ രേഖയാണേത്? മാമ്പള്ളി ശാസനം. ഏതാണത്? മാമ്പള്ളി ശാസനമാണ്. അപ്പൊ കൊല്ലവർഷം രേഖപ്പെടുത്തിയതായിട്ട് കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ രേഖയാണ് മാമ്പള്ളി ശാസനം. അപ്പൊ കൊല്ലവർഷം ആരംഭിച്ചത് AD 825. കൊല്ലവർഷം ആരംഭിച്ച കുലശേഖര രാജാവ് രാജശേഖരവർമ്മൻ. കൊല്ലവർഷത്തിലെ ആദ്യത്തെ മാസം ചിങ്ങം, അവസാനത്തെ മാസം കർക്കിടകം. കൊല്ലവർഷം രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ രേഖയാണ് മാമ്പള്ളി ശാസനം എന്നുകൂടി ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് രാജവംശങ്ങളെ കുറിച്ചാണ്. കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എന്ത് ചെയ്യുക, ഒന്ന് ഓട്ടപ്രദക്ഷിണം പോലെ ഒന്ന് പറയാം. നമ്മൾ ആദ്യം പഠിച്ചത് സംഘകാല ചരിത്രത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്താണ്? തമിഴകം എന്ന് അറിയപ്പെട്ടത് സംഘകാലത്തെയാണ്. സംഘകാല സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഭാഷ തമിഴും ആരാധനാമൂർത്തി മുരുകനുമായിരുന്നു. യുദ്ധദേവതയാണ് കൊറ്റവൈ. തോൽക്കാപ്പിയം എന്ന് പറയുന്ന ഒരു തമിഴ് വ്യാകരണ ഗ്രന്ഥത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏറ്റവും പഴക്കമുള്ള സംഘകൃതി തോൽക്കാപ്പിയമാണ്. പിന്നീട് സംഘകാലത്തെ കൃതികളും രചയിതാക്കളും നമ്മൾ പഠിച്ചല്ലേ. അതിനുശേഷം നമ്മൾ എന്താണ് പറഞ്ഞത്? ചേര, ചോള, പാണ്ഡ്യ വംശങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൽ പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ പഠിച്ചു മാറിയതിൽ പ്രധാനപ്പെട്ട തിണകൾ എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്. അതുകൂടി ഒന്ന് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് പ്രാചീന സ്ഥലനാമങ്ങൾ പഠിക്കാം. ഓക്കെ, അവയുടെ ഇപ്പോഴത്തെ പേരും പണ്ട് അവയുടെ പേര് എന്തായിരുന്നു എന്നുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ചോദ്യങ്ങൾ വന്നിട്ടുള്ള മേഖലയാണ്, ശ്രദ്ധിച്ചിരിക്കുക. ബലിത എന്നറിയപ്പെട്ടത് പണ്ട് കാലങ്ങളിൽ ബലിത എന്നറിയപ്പെട്ടത്. ഇപ്പോഴും കുറേ ആൾക്കാർ ബലി ഇടാൻ വേണ്ടിയിട്ട് അവിടെ പോവാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാം പെട്ടെന്ന് വരുന്ന ഏതാണ്? വർക്കലയാണ് അല്ലേ? വർക്കല ശിവഗിരി എന്നൊക്കെ നിങ്ങൾ പറയാറില്ലേ? അപ്പം എന്താണ്? ബലിത. ബലിത എന്ന് പറയുന്നത് വർക്കലയാണ് അല്ലേ? വർക്കലയാണ്. ഓക്കെ, അപ്പം അത് കിട്ടിയല്ലോ. അടുത്തത് ശ്രദ്ധിക്കൂ. ബറേക്ക. ഏതാണ്? ബറേക്ക എന്നറിയപ്പെട്ടത് പുറക്കാടാണ്. ബറേക്ക. ബറേക്ക നമ്മൾ ബെറേക്ക എന്ന പണ്ട് കാലങ്ങളിൽ അറിയപ്പെട്ടത് ഏതാണ്? പുറക്കാടാണ്. ഇനി നോക്കിയേടാ, മുസരിസ് അല്ലെങ്കിൽ അശ്മകം. എന്താണ്? മുസരിസ് അല്ലെങ്കിൽ അശ്മകം എന്നറിയപ്പെട്ടത് കൊടുങ്ങല്ലൂരാണ്. മറ്റൊരു പേരുണ്ട് മഹോദയപുരം. ഏതാണ്? മഹോദയപുരം എന്ന് പറയുന്ന ഒരു പേര് കൂടിയുണ്ട്. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നോക്കിയേ, മുസിരിസ്, അശ്മകം, മഹോദയപുരം, കൊടുങ്ങല്ലൂര്. ബറേക്ക പുറക്കാട്. ബലിതയാണെങ്കിലോ അത് വർക്കലയാണ്. ബലിത എവിടെയാണ്? വർക്കലയാണ്. റിപ്പോളിൻ. റിപ്പോളിൻ ഇടപ്പള്ളി. റിപ്പോളിൻ ഇടപ്പള്ളി. ഓക്കെ. മാർത്ത. മാർത്തയാണെങ്കിൽ കരുനാഗപ്പള്ളിയാണ്. മാർത്തയാണെങ്കിൽ കരുനാഗപ്പള്ളി. മാർത്തയാണെങ്കിൽ കരുനാഗപ്പള്ളി. നാലുദേശം. നാലുദേശം എന്നറിയപ്പെട്ടത് ചിറ്റൂര്. നാലുദേശം എന്നറിയപ്പെട്ട സ്ഥലം ഏതാണ്? ചിറ്റൂര്. ഓക്കെ അല്ലേ? നോക്കിക്കേ, ബലിത വർക്കല, ബറേക്ക പുറക്കാട്, മുസരിസ് അശ്മകം, മഹോദയപുരം കൊടുങ്ങല്ലൂർ, റിപ്പോളിൻ ഇടപ്പള്ളി, മാർത്ത കരുനാഗപ്പള്ളി, നാലുദേശം ചിറ്റൂര്. ഓക്കെ, നാലുദേശം ചിറ്റൂര്. ഇനി അടുത്തത് നോക്കൂ, തിണ്ടീസ്. തിണ്ടീസ് ആണെങ്കിൽ പൊന്നാനി. തിണ്ടീസ് ആണെങ്കിൽ എന്താണ്? പൊന്നാനി. വെറ്റുമനി.
ബെറ്റുമനി എന്നറിയപ്പെട്ടത് കാർത്തികപ്പള്ളിയാണ്. ബെറ്റുമനി കാർത്തികപ്പള്ളി, ബെറ്റുമനി കാർത്തികപ്പള്ളി. പുറൈനാട്, എടാ പുറൈനാട് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഓർമ്മ വരും? പുറക്കാട്. പൊട്ടത്തെറ്റ്, പുറൈനാട് എന്നറിയപ്പെടുന്നത് പാലക്കാടാണ്. ബറേക്കയാണ് പുറക്കാട്. പുറൈനാട് പാലക്കാട്, പുറൈനാട് പാലക്കാട്. ബറേക്കയാണ് പുറക്കാട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് തെറ്റാവുന്ന ഒരു ചോദ്യമുണ്ട്. പുറൈക്കീഴനാട്, പുറൈക്കീഴനാട് എന്നറിയപ്പെടുന്നത് വയനാട്. എടാ പുറൈനാട് പാലക്കാട്, പുറൈക്കീഴിനാട് വയനാട്. പുറൈനാട് പാലക്കാട്, പുറൈക്കീഴിനാട് വയനാട്. എന്നാൽ പുറക്കാട് പണ്ടറിയപ്പെട്ടത് ബറേക്ക എന്നാണ്. എന്താണ്? ബറേക്ക. അടുത്ത നോക്കൂ, രാജേന്ദ്ര ചോള പട്ടണം. എടാ ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്. കാരണം വിഴിഞ്ഞത്തിന്റെ പണ്ടത്തെ പേരാണ് ഏത്? രാജേന്ദ്ര ചോള പട്ടണം. ഏതാണ്? രാജേന്ദ്ര ചോള പട്ടണം. ഇനി അടുത്തത് പറയുന്നത് നിങ്ങൾ വളരെയധികം കേട്ടിട്ടുള്ള ഒരു പ്രദേശമാണ് ഗണപതി വട്ടം. ഏതാണ്? ഗണപതി വട്ടം. കുറച്ച് നാളുകൾക്ക് മുമ്പ് പത്രത്തിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന ഒരു പേര് മാറ്റിയിട്ട് ഗണപതി വട്ടം എന്ന് തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് പോലൊക്കെ ഇങ്ങനെ വാർത്തകളിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ജസ്റ്റ് അതുകൂടി ഒന്ന് അറിഞ്ഞു വെക്കുക. ഗണപതി വട്ടം എന്നറിയപ്പെടുന്നത് സുൽത്താൻ ബത്തേരിയാണ് അല്ലേ. ഇനി നെൽക്കിണ്ട, നെൽക്കിണ്ടയാണെങ്കിൽ നീണ്ടകരയാണ്. നെൽക്കിണ്ട നീണ്ടകര, നെൽക്കിണ്ട നീണ്ടകര. ഒരു പ്രാസം കിട്ടുന്നില്ലേ നിങ്ങൾക്ക്? അത് അനുസരിച്ച് ഒന്ന് പഠിച്ചു നോക്കൂ. നെൽക്കിണ്ടയാണെങ്കിൽ നീണ്ടകര. ഇനി ഓടനാട്, ഓടനാട് കായംകുളം. ഓടനാട് കായംകുളം. ഓടനാടാണെങ്കിൽ കായംകുളമാണ്. രണ്ടാമത്തെ സെറ്റ് ഒന്നുകൂടെ ഒന്ന് നോക്കിക്കേടാ നിങ്ങൾ. ബെറ്റുമനി കാർത്തികപ്പള്ളി, ബെറ്റുമനി കാർത്തികപ്പള്ളി. പുറൈക്കീഴനാട്, പുറൈക്കീഴനാട് വയനാട്. എന്നാൽ പുറൈനാട് പാലക്കാട്. രാജേന്ദ്ര ചോള പട്ടണം വിഴിഞ്ഞം. ഗണപതി വട്ടം സുൽത്താൻ ബത്തേരി. നെൽക്കിണ്ട നീണ്ടകര. ഓക്കെ ആണല്ലോ. കായംകുളം ആണെങ്കിലോ ഓടനാട്. കായംകുളം ഏതാണ്? ഓടനാട്. ഓക്കെ അല്ലേ. പിന്നീട് നമ്മൾ പറഞ്ഞത് തീണ്ടീസ് ആണ്. പൊന്നാനി. തീണ്ടീസ് ആണെങ്കിൽ പൊന്നാനി. 4 ദേശമാണെങ്കിൽ ചിറ്റൂര്. നമ്മൾ ആ ഒരു സെറ്റ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത പ്രദേശത്തേക്ക് പോവുകയാണ്. ശ്രദ്ധിച്ചു നോക്കുക. തേൻവഞ്ചി ദേശിംഗനാട്. തേനൊക്കെ കഴിച്ചിട്ട് നമ്മൾ പറയത്തില്ല, ആ കൊള്ളാം നല്ല തേനാണെന്ന് പറയത്തില്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. തേൻവഞ്ചി കൊള്ളാം, തേൻ തേൻ. അപ്പൊ കൊള്ളാം എന്ന് പറയുമ്പോൾ കൊല്ലം, ഓർക്കാലോ. അപ്പൊ തേൻവഞ്ചി ദേശിംഗനാട് ഏതാണ്? കൊല്ലമാണ്. തേൻവഞ്ചി ദേശിംഗനാട് കൊല്ലം. ഇനി ജയസിംഹനാട്. എടാ ഈ ജയസിംഹനാടാണ് പിന്നീട് ദേശിംഗനാടായിട്ടൊക്കെ മാറുന്നത് അല്ലേ. അപ്പൊ എന്താണ്? ദേശിംഗനാട്, ജയസിംഹനാട്, തേൻവഞ്ചി എന്നൊക്കെ അറിയപ്പെട്ടാൽ അത് കൊല്ലമാണ്. നൗറ കണ്ണൂരാണ്. നൗറ കണ്ണൂരാണ്. നൗറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പേര് ഓർക്കുക. അവളുടെ കണ്ണിനൊന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കൂ. അപ്പൊ അങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് നോക്കുക. നൗറ കണ്ണൂരാണ്. നൗറ കണ്ണൂരാണ്. ഓക്കെ. വെങ്കിടക്കോട്ട. വെങ്കിടക്കോട്ടയാണ് കോട്ടക്കൽ. വെങ്കിടക്കോട്ടയാണ് എന്ത്? കോട്ടക്കൽ. ഇപ്പോഴത്തെ കോട്ടക്കലിന്റെ പണ്ടത്തെ പേരാണ് എന്താ? വെങ്കിടക്കോട്ട. ഇവിടെ ഹെർക്കുല ഒന്ന് ഓർത്ത് വെച്ചോണ്ട്. ഹെർക്കുല അത് കാസർഗോഡാണ്. ഹെർക്കുല. നമ്മൾ ഈ ഹെർക്കുലീസിന്റെ ഒക്കെ സൈക്കിളൊക്കെ ഇല്ലേ, അതൊക്കെ കാശ് കൊടുത്താലല്ലേ കിട്ടത്തുള്ളൂ വാങ്ങിക്കാനായിട്ട്. അപ്പൊ കാശ് കാസർഗോഡ് ഓർക്കാലോ, നിങ്ങൾക്ക് മാറിപ്പോവില്ലല്ലോ. അപ്പൊ ഹെർക്കുല ആണെങ്കിൽ എന്താണ്? കാസർഗോഡാണ്. ഋഷിനാഗക്കുളം. ഋഷിനാഗക്കുളം എറണാകുളമാണ്. ഋഷിനാഗക്കുളം ഏതാണ്? എറണാകുളമാണ്. ഋഷിനാഗക്കുളം എറണാകുളം. ഓക്കെ. മാടത്തുമല. മാടത്തുമല അത് റാണിപുരമാണ്. മാടത്തുമലയാണെങ്കിൽ റാണിപുരമാണ്. മാടത്തുമല റാണിപുരമാണ്. ഓർത്തു വെക്കുക. മാടത്തുമല റാണിപുരമാണ്. അടുത്തത് ഗോശ്രീ ആണെങ്കിൽ നിങ്ങൾക്കറിയാലോ, ഗോശ്രീ പാലം ഒക്കെ കേട്ടിട്ടില്ലേ? അതെവിടെയാണ്? കൊച്ചിയാണ് അല്ലേ. അപ്പൊ ഗോശ്രീ ആണെങ്കിൽ കൊച്ചിയാണ്.
സുൽത്താൻ പട്ടണമാണെങ്കിൽ ബേപ്പൂരാണ്. സുൽത്താൻ പട്ടണം ഏതാണ്? ബേപ്പൂരാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഓർക്കാം, ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ അല്ലേ? അപ്പൊ ഓർക്കാലോ, സുൽത്താൻ പട്ടണം ബേപ്പൂര്. അപ്പൊ ബേപ്പൂർ സുൽത്താൻ, അപ്പൊ ബേപ്പൂര് സുൽത്താൻ, സുൽത്താൻ പട്ടണം. ഓക്കെ ഓക്കെ, കിട്ടുമല്ലോ. അടുത്ത നോക്കിക്കേ, കുന്നുംപുറം ആണെങ്കിൽ ശിവഗിരിയാണ്. ശിവഗിരി. കുന്നുംപുറം ആണെങ്കിൽ ശിവഗിരിയാണ്. കുന്നുംപുറം ശിവഗിരിയാണ് കുന്നുംപുറം. ഇനി നോക്കൂ, വെമ്പൊലിനാട്. വെമ്പൊലിനാട്, വെമ്പൊലിനാട്. ഇത് ഈ ഒരു പദം ഒരു കവിതയിലൊക്കെ കേട്ടിട്ടുണ്ട്. വെമ്പല നാട്ടിലെ തമ്പുരാട്ടിക്ക് ഒരു കട്ടിൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട് അല്ലേ? അപ്പൊ എന്താണ് വെമ്പൊലിനാട് എന്ന് പറഞ്ഞാൽ കോട്ടയമാണ്. വെമ്പൊലിനാട്. ഓക്കെ, വെമ്പൊലിനാട് കോട്ടയമാണ്. വിഷാദാദ്രിപുരം. വിഷാദാദ്രിപുരം അതെവിടെയാണ്? തൃശ്ശൂര്. എവിടെയാണ്? തൃശ്ശൂര്. വിഷാദാദ്രിപുരം എവിടെയാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂര്. ഫ്യൂഫൽ. ഫ്യൂഫൽ എന്നറിയപ്പെട്ടത് ബേക്കൽ. ഏതാണ്? ബേക്കലാണ് ഫ്യൂഫൽ എന്നറിയപ്പെട്ടത്. ഫ്യൂഫൽ, ബേക്കൽ. ബേക്കൽ, ഫ്യൂഫൽ, ബേക്കലാണ്. ശ്രീവല്ലഭപുരം ആണെങ്കിൽ അതിൽ തന്നെയുണ്ട് വല്ല, തിരുവല്ല. ശ്രീവല്ല, തിരുവല്ല. ഓക്കെ അല്ലേ? അപ്പൊ ശ്രീവല്ലഭപുരം, തിരുവല്ല. പെരുംചെല്ലൂർ. പെരുംചെല്ലൂരാണെങ്കിൽ തളിപ്പറമ്പ്. ഏതാണ്? തളിപ്പറമ്പാണ്. പെരുംചെല്ലൂര്, തളിപ്പറമ്പ്. അപ്പൊ നോക്കിക്കേ, ഞാൻ പറയാം, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് പറയൂ. തേൻവഞ്ചി നാട്, ദേശിംഗനാട്, ജയസിംഹനാട് കൊല്ലം. നൗറ കണ്ണൂർ. വെങ്കിടക്കോട്ട. വെങ്കിടക്കോട്ട കോട്ടയ്ക്കൽ. ഹെർക്വില കാസർഗോഡ്. ഋഷിനാഗക്കുളം എറണാകുളം. മാടത്തുമല റാണിപുരം. ഗോശ്രീ കൊച്ചി. സുൽത്താൻ പട്ടണം ബേപ്പൂരാണ്. കുന്നുംപുറം ശിവഗിരിയാണ്. വെമ്പൊലിനാട് കോട്ടയം. വിഷാദാദ്രിപുരം തൃശ്ശൂര്. ഫ്യൂഫൽ ബേക്കൽ. ശ്രീവല്ലഭപുരം തിരുവല്ല. പെരുംചെല്ലൂർ തളിപ്പറമ്പ്. ഇവയാണ് പ്രാചീന സ്ഥലങ്ങളും അവയുടെ ഇപ്പോഴത്തെ നാമങ്ങളും. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഒന്നുകൂടെ വായിച്ച് ഒരു പലതവണ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇത് ഉറയ്ക്കും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ അല്ലേ?